ഹലോ, ഐ എം നാഫിയ ഫ്രം ജോവീസ് പെർഫെക്റ്റ് അക്കാഡമി. ഓക്കെ, ഇന്ന് നമ്മൾ ഗ്രാമറിൻ്റെ പുതിയൊരു പോർഷനാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ, പുതിയൊരു സെഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്, ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ. ഓക്കെ, അല്ലെങ്കിൽ അവൾ പാരീസ് സന്ദർശിച്ചു, ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ. ക്യാറ്റ് എന്താണ്, പൂച്ച എന്താ, സോഫയിൽ ഉറങ്ങുകയാണ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവനിപ്പോൾ നൗ ക്യാറ്റ് എന്താണ്, സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണ് അല്ലേ. അപ്പോൾ ഉറങ്ങുകയാണ്, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ പാരീസ് സന്ദർശിച്ചു അല്ലേ, ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്. അപ്പോൾ കഴിഞ്ഞു പോയതാണ്, അവൾ പാരീസ് സന്ദർശിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് സർട്ടേൺ ആയിട്ടുള്ളൊരു കുറച്ച് എന്താ പറയുക, ഗ്രമാറ്റിക്കൽ റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാർട്ടിസിപ്പിൾസ് നമ്മൾ എന്താ പറയുക, ടെൻസസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പാർട്ടിസിപ്പിൾ ING ഫോം, ED ഫോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറഗുലർ വേർബ്, റെഗുലർ വേർബ്, അങ്ങനെയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 തരത്തിലുള്ള പാർട്ടിസിപ്പിൾസ് നമുക്കുണ്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെയാണ് 3 തരത്തിൽ. ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, കോമൺലി നമ്മൾ അധികം ആരും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഈ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് ആണ് നമ്മൾ കോമൺലി യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർഫെക്റ്റ്, പ്രസൻറ്റ് ഇതൊക്കെ നമ്മൾ ഫെമിലിയർ ആണ് അല്ലേ. എന്താ, നമ്മൾ ആ ഒരു ടെൻസ് ഫോമിൽ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ അല്ലേ. പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, അതിലൊക്കെ നമ്മൾ ഈ പെർഫെക്റ്റ് അല്ലെങ്കിൽ എന്താ പ്രസൻറ്റ്, അങ്ങനെ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി പോലെ പറയുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ആ ഒരു പാർട്ടിസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മളെന്താ, നിലവിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിൽ ഭൂതകാലത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു സംഭവമാണ് ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ്, ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള പാർട്ടിസിപ്പിൾസ് നമ്മൾക്കുണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 പാർട്ടിസിപ്പിൾസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, സെൻറ്റൻസ് സ്ട്രക്ചർ വരിക, അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ എന്താ, അവൾ പാരീസ് വിസിറ്റ് ചെയ്തു എന്നൊക്കെ. അതൊക്കെ അവൾ പാരീസ് വിസിറ്റ് ചെയ്തു, അതായത് സന്ദർശിച്ചു എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ്. പിന്നെ അതുപോലെ പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്, ഇപ്പോൾ ആ പൂച്ച എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കറൻറ്റ് ഫോം, കറൻറ്റ് സ്റ്റേറ്റസ് എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ പാർട്ടിസിപ്പിൾസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷിലെ പാർട്ടിസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി പാർട്ടിസിപ്പിൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഡെഫിനിഷൻ പോലെ നോക്കാം. A participle is a form of a verb that functions as an adjective, that is describing noun or pronoun. Adjective എന്താണ് നമുക്കറിയാം, എന്താ, ഒരു നൗണിനെ, അത് നാമത്തെയോ സർവനാമത്തെയോ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് അല്ലേ. പാർട്ട് ഓഫ് സ്പീച്ചിലെ ഒരു മെമ്പർ കൂടിയാണ് നമ്മളുടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫോം ഓഫ് എ വേർബ്. വേർബ് എന്ന് പറയുന്നത് എന്താ, ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന ക്രിയകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വെർബ് എന്ന് പറയാം അല്ലേ. അപ്പോൾ വെർബും ആരാ, നമ്മളുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ മെമ്പർ തന്നെയാണ് ഈ വെർബും. അപ്പോൾ വെർബും ഈ അഡ്ജക്റ്റീവും. ഓക്കെ, അപ്പോൾ ഈ വെർബിൻ്റെ എന്താ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വെർബാണ്, ദാറ്റ് ഈസ് ഫങ്ഷൻസ് ആസ് എൻ അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവിൻ്റെ റോള് കൈകാര്യം ചെയ്യുന്ന ഒരാൾ പോലെയാണ് നമ്മളുടെ ഈ പാർട്ടിസിപ്പിൾ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. എ പാർട്ടിസിപ്പിൾ ഈസ് എ ഫോം ഓഫ് എ വെർബ് ദാറ്റ് ഫങ്ഷൻസ് ആസ് ആൻ അഡ്ജക്റ്റീവ്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ഞാൻ ചിലർ അഡ്ജക്റ്റീവ് എന്താണ് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അഡ്ജക്റ്റീവ് എന്താണെന്നുള്ളതിന് ഞാൻ ഒരു ബ്രാക്കറ്റിലൊന്ന് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടത്. ഡിസ്ക്രൈബിങ് നൗൺ ഓർ പ്രോനൗൺ. നൗൺ എന്താ, ഒരാളുടെ പേര്, ഒരു പ്ലേസ് അല്ലേ, ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരോ. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. ഈ പ്രോനൗൺ എന്ന് പറയുന്നത് എന്താ, നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില നാമങ്ങളുണ്ട്. അതിന് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ സർവനാമം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഒരു വ്യക്തിയുടെ പേര് പറയാണ്. അപ്പോൾ ഒരാളുടെ പേര് വീണ്ടും നമ്മൾ റിപ്പീറ്റേഷൻ, ആ ഒരു വീണ്ടും ആവർത്തികമായി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ
മെയിലായിട്ടുള്ളൊരു ക്യാരക്ടറിനെയാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തിയുടെ പേര്, ഒരാൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേരുണ്ടാവും അല്ലേ, ആ വ്യക്തിയുടെ പേര് കൂടുതലായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രോനൗൺസ് യൂസ് ചെയ്യും. ഇപ്പോൾ മെയിൽ ആണെങ്കിൽ ഹി എന്ന് യൂസ് ചെയ്യുക, ഓക്കെ, ഹി എന്ന് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഈ പ്രോണൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഫീമെയിൽ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവളുടെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയാണ്ടിരിക്കുക, നമുക്ക് അതിന് പകരമായിട്ട് ഷീ എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറയുന്നത് എക്സാക്റ്റ് ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇനി സ്ഥലത്തിന് പകരം ആ സ്ഥലത്തിൻ്റെ പേര് റിപ്പിറ്റേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇറ്റ് എന്ന് പറയുന്ന ഒരു പ്രോനൗൺ യൂസ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ നൗണും പ്രോനൗണും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പിളിൻ്റെ പണി എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. പാർട്ടിസിപ്പിൾ ഇസ് എ ഫോം ഓഫ് എ വെർബ്. അതൊരു വെർബ് ഫോമാണ്, ഒരു ക്രിയ അല്ലേ, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ്റെ ആണ് ഈ പറയുന്ന വേർബാണ്. ബട്ട് ദാറ്റ് ഈസ് ആക്ച്വലി ഫങ്ഷൻ ആസ് എൻ അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ആളാണ് ഈ പാർട്ടിസിപ്പിൾ കേട്ടോ. വെർബാണ്, ആസ് എ ഫോം ഓഫ് എ വേർബാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന പാർട്ടിസിപ്പിൾസ് എന്താ അഡ്ജക്റ്റീവിൻ്റെ റോളും കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ അഡ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നൗണിനെയും പ്രോനൗണിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി there are mainly 3 types of participles. ഈ പാർട്ടിസിപ്പിൾസിന് 3 ടൈപ്പ് ഉണ്ടെന്നാണ് ഞാൻ ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു ഔട്ട്ലൈൻ പോലെ ഞാൻ പറഞ്ഞിരുന്നു. 3 ടൈപ്സ് ഉണ്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾസ്. ഈ പ്രസൻറ്റ്, പാസ്റ്റ്, പെർഫെക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് ചെറുതായിട്ടെങ്കിലും നമുക്കൊരു എന്താ ഫെമിലിയർ ഉള്ള സംഭവങ്ങളാണ് അല്ലേ. എന്താ ടെൻസ് പഠിച്ചപ്പോൾ നമ്മളുടെ എല്ലാ ടെൻസിനും ഇതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, ഇതെല്ലാം ഈ പെർഫെക്റ്റ് ഒക്കെ എന്താ ഈച്ച് ആൻഡ് എവറി ടെൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു പെർഫെക്റ്റിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് ഇത്. ഏകദേശം ചിലർക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മളുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതേപോലെ നമ്മുടെ ടെൻസസിൻ്റെ ഒക്കെ വീഡിയോസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ഈ പറഞ്ഞ പ്രസൻറ്റ്, പാസ്റ്റ്, പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ വ്യൂ ചെയ്ത മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഈ പറയുന്നത്. വേർഡ് ഫെമിലിയർ ആയിരിക്കും, പക്ഷെ എന്താണ് ഈ പാർട്ടിസിപ്പിൾസ് എന്നുള്ളത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് പാർട്ടിസിപ്പിൾ ആണ് നമുക്കുള്ളത്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ദാറ്റ് ഈസ് ING ഫോം. അപ്പോൾ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു ഈ പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഒരു വെർബാണ്, പക്ഷേ ചില സമയത്ത് അഡ്ജക്റ്റീവിൻ്റെ റോൾ കൂടി ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ ING ഫോം എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും? ING ഫോം, അതായത് പ്ലേ എന്ന് പറയുന്നൊരു വേർഡ്, അതിൻ്റെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ പ്ലേയിങ് എന്ന് നമ്മൾ പറയും അല്ലേ. അല്ലെങ്കിൽ റീഡിൻ്റെ കൂടെ ഒരു ING ഫോം നമ്മൾ ചേർക്കുമ്പോൾ എന്താ റീഡിങ്. ഈ റീഡിങ്, പ്ലേയിങ് എന്നൊക്കെ നമ്മൾ എവിടെയാണ് കേട്ടേക്കുന്നത്? ടെൻസ് ഫോമിൽ നമ്മൾ ഒരു പ്രസൻറ്റ് ടെൻസ് ആയാലും ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? ഒരു സംഭവം കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുകയാണ് എന്നുള്ളത് എന്താ? നിലവിൽ ആ ഒരു പൂച്ച ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. പ്രസൻ്റ്ലി, നൗ, ഇപ്പോൾ കറൻറ്റ് ടൈമിൽ ആ പൂച്ച എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് അവിടെ എന്താണ് സ്ലീപ്പിംഗ്. അവിടെ ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ എന്നാണ് പറഞ്ഞത്. പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്ലീപ്പ് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തിട്ട് എന്താ പറഞ്ഞത്? സ്ലീപ്പിംഗ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. കറൻ്റ്ലി ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെയാണ് കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് ഇപ്പോൾ എന്താണോ അവിടെ നടക്കുന്നത് അതാണ് ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് ഉദ്ദേശിച്ചത്. ദാറ്റ് ഈസ് വെർബ് ഇൻ ദ ഫോം ഓഫ് INGയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് വെർബാണ് അല്ലേ. അപ്പോൾ ആ വെർബിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പറയുന്ന ING ഫോം ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ കുറച്ചൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ. അപ്പോൾ എന്താണ് അത്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആയി. ING ഫോം സ്ലീപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ലീപ്പിങ്ങിൻ്റെ സ്പെല്ലിംഗ് എന്താ? SLEEPING. അപ്പോൾ സ്ലീപ്പിംഗ് അല്ലേ. സ്ലീപ്പ് എന്ന് പറയുന്നതാണ് ആക്ച്വൽ വേർബ്.
എന്താ നോർമലി നമ്മൾ ഉറങ്ങുന്നു എന്നുള്ളതിന് നമ്മൾ സ്ലീപ്പാണ് പറയുക. അപ്പോൾ ഉറങ്ങുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ING ആഡ് ചെയ്തപ്പോൾ സ്ലീപ്പിംഗ് എന്നായിട്ട് മാറിയത്. അപ്പം അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് പാർട്ടിസിപ്പിൾസിൽ ആ ഒരു ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. നൗ കറൻ്റ്ലി എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് ആ ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതിൻ്റെ വെർബ് എപ്പോഴും ING ഫോമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. എന്തായിരുന്നു? ഷീ ഹാസ് വിസിറ്റഡ് പാരിസ്. അവൾ പാരീസ് സന്ദർശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അവിടെ ED ഓർ ഇറഗുലർ ഫോംസ് ആയിരിക്കും വരാം. ഇറഗുലർ ഫോംസ്, അതായത് ഇറഗുലർ നമ്മൾ പഠിച്ചു. നമുക്ക് 2 ടൈപ്സ് ഓഫ് വേർബ്സ് ഉണ്ട്. റെഗുലർ വേർബും ഉണ്ട്, ഇറഗുലർ വേർബും ഉണ്ട്. ഇറഗുലർ വേർബിലാണ് എന്ത് വരിക? ED ഫോം വരിക. ഓക്കെ, ED ഫോം. ഓക്കെ, സോറി, റെഗുലർ വേർബിലാണ് നമ്മൾ ED ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ED അല്ലെങ്കിൽ ഇറഗുലർ വേർബായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ED ഇപ്പോൾ പ്ലേ, കംപ്ലീറ്റ്, ഫിനിഷ്. ഓക്കെ, ഇതൊക്കെ എന്താ? റെഗുലർ ഫോം ഓഫ് ദി വെർബാ. അതിൻ്റെ കൂടെ നമ്മൾ ED ആഡ് ചെയ്തിട്ടാണ് വരിക. ഇപ്പോൾ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ ഫിനിഷ്ഡ്, പ്ലേഡ്, കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താ? പാസ്റ്റ് കഴിഞ്ഞു പോയാലും നമ്മൾ ED ഫോം ആഡ് ചെയ്തിട്ടാണ് പറയാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് കഴിഞ്ഞു പോയി. ഷീ ഹാസ് വിസിറ്റഡ് പാരിസ്. അവൾ പാരീസ് സന്ദർശിച്ച് കഴിഞ്ഞു പോയി. അപ്പോൾ അതിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുക. ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അധികം യൂഷ്വലി യൂസ് ചെയ്യാറില്ല. എന്നാലും ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായിട്ടാണ് ഇത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇതാണ്, അത് ED ഫോം ആയിരിക്കുള്ളൂ വരിക. അവിടെ ഹാവിങ് വെച്ചിട്ടാവുള്ളൂ പറയുക. ഓക്കെ, അപ്പോൾ ഇത് 3 എണ്ണമാണ് നമ്മളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത്. ഇനി ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഡെഫിനിഷൻ വൈസ് പോവാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യം നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ അതെങ്ങനെയാണ്? ഫോംഡ് ബൈ ആഡിങ് ING ടു ദ വേർബ്. വേർബിൻ്റെ കൂടെ ING ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക അല്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ING സ്ലീപ്പിംഗ് എന്നുള്ള ആ ഒരു വന്നില്ല. അപ്പോൾ അത് ING ഫോം അല്ലേ? വെർബ് സ്ലീപ്പാണ്. സ്ലീപ്പിങ്ങിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തിട്ടാണ് ആ വെർബ് വരുന്നത്. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളിനകത്ത് ഫോം ബൈ ആഡിങ് ING ടു ദ വെർബ്. മെയിൻ വെർബിൻ്റെ കൂടെ ING. ഇപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കാനാണ് നമ്മൾ ING ഫോം യൂസ് ചെയ്യുന്നത് അല്ലേ? ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് യൂസ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ് ഓർ എ കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഫങ്ഷൻസ് ലൈക്ക് ആൻ ആഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ് അല്ലേ? കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ അതിനാണ് നമ്മൾ യൂസ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ പ്രോഗ്രസ്. ആക്ഷൻ ഇൻ പ്രോഗ്രസ്, ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ പറഞ്ഞ പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ് അല്ലേ? അപ്പം നൗ എന്താ? പൂച്ച കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ പ്രസൻറ്റിൽ അത് കണ്ടിന്യൂ ആയിട്ട് അത് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതാണ് അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? യൂസ് ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ്. ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ. ഓർ എ കണ്ടിന്യൂസ് സ്റ്റേറ്റ്, തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ആക്ഷൻ. ഫങ്ഷൻസ് ലൈക്ക് ആൻ അഡ്ജക്റ്റീവ്, ഒരു പ്രോനൗൺ. ഇവിടെ എന്താണ്? നൗൺ ആരാ? ക്യാറ്റ്. ആ ക്യാറ്റ് എന്ന് പറയുന്ന നൗണിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ലൈക്ക് ആൻ അഡ്ജക്റ്റീവ് എന്താണോ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതിനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ എക്സാമ്പിൾ നോക്കുക. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ സോഫ. പൂച്ച സോഫയിൽ ഉറങ്ങുകയാണ്. അപ്പം ഇപ്പം എന്താ? നിലവിൽ ആ പൂച്ച കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സ്ലീപ്പ് എന്നുള്ളതാണ് എക്സാക്റ്റ് വേർഡ്. അതിൻ്റെ എക്സാക്റ്റ് വേർബായിട്ട് വരാം. അതിൻ്റെ അറ്റത്ത് നമ്മൾ ING കൂടെ ആഡ് ചെയ്തപ്പോഴാണ് ആ വെർബിൻ്റെ ING ഫോം ആയത്. അതുകൊണ്ടാണ് സ്ലീപ്പിംഗ് എന്ന് വന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ. വി ആർ ഗോയിങ് ടു ദ പാർക്ക്. നമ്മൾ പാർക്കിൽ പോവുകയാണ് അല്ലേ? ഗോ എന്നുള്ളതാണ് എക്സാക്റ്റ് വേർബ്. അതിൻ്റെ സഫിക്സിൽ ഏറ്റവും എൻഡിങ്ങിൽ നമ്മൾ ING ആഡ് ചെയ്ത് കൊടുത്ത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ആക്കി മാറ്റി. വി ആർ ഗോയിങ് ടു ദ പാർക്ക്. നമ്മൾ പാർക്കിൽ പോവുകയാണ്. അപ്പോൾ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ നിലവിൽ എന്താ? പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പാർക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഗോ എന്നുള്ളതാണ് വേർബ്. അതിൻ്റെ കൂടെ ING ആഡ് ചെയ്തപ്പോൾ നമ്മൾ എന്തായി? വി ആർ ഗോയിങ് ടു ദ പാർക്ക് എന്നായി. ഇനി ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. നൗ കറൻ്റ്ലി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ കറൻ്റ് ഇപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐ ആം സ്റ്റഡിങ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ അത് തന്നെ പ്രോഗ്രസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ദ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് ഫ്ലൈയിങ് കൈറ്റ്. കുട്ടി പറക്കുന്ന പട്ടവുമായിട്ട്. കൈറ്റ് എങ്ങനെയാണ് പറക്കല്ലേ അല്ലേ, നമ്മളുടെ കയ്യിൽ പട്ടം പറത്തി കളിക്കുക എന്ന് പറയാറില്ലേ. അപ്പോൾ പട്ടം എന്താ, നമ്മുടെ കയ്യിലാണ് അതിൻ്റെ ത്രെഡ് ഇരിക്കുന്നത്. അത് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നീക്കി കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു വിൻഡിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മുടെ കൈറ്റും മുകളിലേക്ക് ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ബോയ് എന്താണ് ഇപ്പോൾ നിലവിൽ ആ ഒരു ഫ്ലൈയിങ് കൈറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഫ്ലൈയിങ് കൈറ്റ്, കുട്ടി പറക്കുന്ന പട്ടവുമായി കളിക്കുന്നു. അപ്പോൾ അവിടെ പ്ലേയിങ്, പ്ലേ എന്ന് പറയുന്നതാണ് ആക്ച്വൽ വെർബ്. അതിൻ്റെ കൂടെ ING ആഡ് ചെയ്തപ്പോഴാണ് ആ ഒരു പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ വന്നത്. കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ആ കുട്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയാൻ. ദ ബോയ് ഈസ് പ്ലേയിങ് വിത്ത് എ ഫ്ലൈയിങ് കൈറ്റ്. ഫ്ലൈയിങ്, ഇവിടെ ഫ്ലൈ എന്ന് പറയുന്നതാണ് എന്ത്, ആക്ച്വൽ വേർബ്. പക്ഷെ ഇവിടെ ആ ഫ്ലൈൻ്റെ അറ്റത്ത് നമ്മൾ ING ചേർത്തപ്പോൾ ഫ്ലൈയിങ്, കണ്ടിന്യൂലി ആ പട്ടം എന്താ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈയിങ് കൈറ്റ്, കുട്ടി പറക്കുന്ന പട്ടവുമായി കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും കളിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു സംഭവം കറൻ്റ്ലി ഓൺ പ്രോഗ്രസ്, ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വരിക. അതിൻ്റെ വെർബ് വരുന്നത് ING ഫോമിലായിരിക്കും. ജസ്റ്റ് ലൈക്ക് ഫങ്ഷൻസ് ലൈക്ക് ആൻ അഡ്ജക്റ്റീവ്, ഒരു അഡ്ജക്റ്റീവ് ചെയ്യുന്ന പണി പോലെ തന്നെയാണ് നമ്മളുടെ ഇവിടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആ ഒരു വെർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്, ക്യാറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നുണ്ട്, വി എന്ന് പറയുന്നത് നമ്മളൊരു നൗണായിട്ട് വരുന്നുണ്ട്, ഐ എന്ന് പറയുന്നത് പേഴ്സണലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്താണ് കണ്ടിന്യൂ ആയിട്ടൊരു ആക്ഷൻ പ്രോഗ്രസീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. ഇനി അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, യൂഷ്വലി എൻഡ്സ് ഇൻ ED ഫോർ റെഗുലർ വേർബ്സ്, പ്ലേഡ്, കുക്ക്ഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു റെഗുലർ വേർബ് ഉണ്ട്, ഇറഗുലർ വേർബ് ഉണ്ട്. റെഗുലർ വേർബിൻ്റെ കൂടെയാണ് നമ്മളെപ്പോഴും പാസ്റ്റ് ആൻഡ് അതിൻ്റെ പാസ്റ്റ് ഫോം വരുമ്പോൾ EDയിലാണ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ED ഫോം യൂഷ്വലി, അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. യൂഷ്വലി എൻഡ്സ് ഇൻ ED ഫോർ റെഗുലർ വേർബ്സ്. റെഗുലർ വേർബ് ആണെങ്കിൽ യൂഷ്വലി അതിൻ്റെ എൻഡിങ് എങ്ങനെയായിരിക്കും, ED ഫോം വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്ലേ പ്ലേഡ്, കുക്ക് കുക്ക്ഡ്, ഫിനിഷ് ഫിനിഷ്ഡ്, ഓക്കെ, കംപ്ലീറ്റ് കംപ്ലീറ്റഡ്, അങ്ങനെയായിരിക്കും വരും. അപ്പോൾ എല്ലാത്തിൻ്റെ അറ്റത്ത് എന്താണ്, ED ഫോമാണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെഗുലർ വേർബിനകത്ത് ED ഫോം ആയിരിക്കും വരാം. ഇറഗുലർ വേർബിൽ ഒരു കാരണവശാലും നമ്മൾ ED ഇടാറില്ല അല്ലേ. ഇനി ഇറഗുലറിൻ്റെ കേസ് പറയുന്നുണ്ട്. ഇറഗുലർ വേർബ്സ് ഹാവ് സ്പെഷ്യൽ ഫോം. പക്ഷേ ഇറഗുലർ വേർബ്സിന് ഒരു സ്പെഷ്യൽ ഫോം ആയിട്ടാണ് വരുന്നത്. അവർക്ക് മാത്രത്തിന് മുൻഗണന കൂടുതലാണ് കേട്ടോ. മറ്റുള്ളവർക്ക് ആ ഒരു റെഗുലർ വേർബ്സുകാർ ഭയങ്കര എന്താ പറയുക, വലിയ ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ED വെച്ച് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇറഗുലർ വേർബ്സ് ഒരു സ്പെഷ്യൽ കേസാണ്. ഓക്കെ, അപ്പോൾ അവരെ ഒന്ന് കുറച്ച് പരിഗണിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ഫോം എന്ന് പറയുന്നത്. റൈറ്റ് റിട്ടൺ എന്നാവും, ഗോ ഗോൺ എന്നാവും, ബ്രേക്ക് ബ്രോക്കൺ എന്നാവും. കണ്ടോ, അവിടെ നമുക്ക് ED ഫോം കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. റെഗുലർ വേർബിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ ED ഫോം കൊടുക്കുക. ഇറഗുലർ വേർബ് ആണെങ്കിൽ അവിടെ സ്പെഷ്യൽ കേസാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവിടെ ED ഫോം ഇല്ല. പകരം റിട്ടൺ, ഗോൺ, ബ്രോക്കൺ, ഇപ്പോൾ ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ അല്ലേ, പറക്കുന്നതിന് ഫ്ലൈ, ഫ്ലൂ, ഫ്ലോ. ഓക്കെ, അപ്പം അങ്ങനെ ഇത്രയും നമ്മൾ പഠിച്ചില്ലേ, V1, V2, V3 ഫോം എന്നൊക്കെ പറഞ്ഞ്. വെർബിൻ്റെ ഫസ്റ്റ് വേർഷൻ, വെർബിൻ്റെ സെക്കൻഡ് വേർഷൻ, വെർബിൻ്റെ തേർഡ് വേർഷൻ, അതാണ് V1, V2, V3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറഗുലർ വേർബ്സ് ആണെങ്കിൽ ദർ ഇസ് നോ ED ഫോം. ഇറഗുലർ വേർബ്സ് ആണെങ്കിൽ ദർ ഇസ് നോ ED ഫോം. പകരം നോർമലി ഇതുപോലെ സ്പെഷ്യൽ കേസസ് ആയിട്ടാണ് എഴുതുന്നത്. ഇനി റെഗുലർ വേർബ് ആണെങ്കിലാണ് നമുക്ക് ED ഫോമും വരാം. അപ്പം അങ്ങനെ രണ്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ. അതായത് യൂഷ്വലി നമ്മൾ പാസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ. അപ്പോൾ തന്നെ എന്തായാലും അറിയാം പാസ്റ്റ് ഫോമിൽ. ഇപ്പോൾ ഫിനിഷ് എന്ന് പറയുന്ന ഒരു വേർഡ് അതിൻ്റെ വെർബ് 1 ഞാൻ പറഞ്ഞു. V1, V2, V3 എന്നുണ്ട്. അപ്പോൾ ഫിനിഷ് എന്ന് പറയുന്നത് അതിൻ്റെ V1 ബേസ് ഫോം ഓഫ് ദി വെർബാണ്. അതിൻ്റെ V2ഉം V3യും അതായത് രണ്ട് പാസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ ഫിനിഷ്ഡ് എന്ന് തന്നെയായിരിക്കും വരാം. ഓക്കെ,
അല്ലാതെ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഇതുപോലെ ഗോണ് പറഞ്ഞ പോലെ തന്നെ ഫിനിഷിനെ കൊണ്ടുപോയി ആഡ് ചെയ്ത് പറയാൻ പറ്റുമോ? ഇല്ല. ഫിനിഷ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഫിനിഷ്ഡ്. ഓക്കെ, അതാണ് റെഗുലർ വേർബിൻ്റെ കേസ്. ഇറഗുലർ വേർബ് ആകുമ്പോൾ ഇവിടെ റൈറ്റ് എന്നുള്ളത് ഇറഗുലർ വേർബാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ V1 ഫോം റൈറ്റ്, ഓക്കെ, V2 ഫോം റോട്ട്, V3 ഫോം റിട്ടൺ. ഓക്കെ, അവർ സ്പെഷ്യൽ കേസസ് ആണ്, അതുകൊണ്ടാണ് റിട്ടൺ, ഗോൺ, ബ്രോക്കൺ. ഓക്കെ, ഇനി ഗോ ആണെങ്കിൽ ആദ്യം V1 ഗോ, V2 വരുമ്പോൾ വെൻഡ്, V3 വരുമ്പോഴാണ് ഗോൺ വരിക. ഓക്കെ, അപ്പോൾ അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ രണ്ട് ഇത് പറയുന്നത്, റെഗുലറും ഇറഗുലർ ഫോംസിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഡിസ്ക്രൈബ്സ് എ കംപ്ലീറ്റഡ് ആക്ഷൻ ഓർ പാസീവ് സ്റ്റേറ്റ്. നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഒക്കെ അറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞ ഒരു ആക്ഷനെ പറയാനും, അല്ലെങ്കിൽ പാസീവ് സ്റ്റേറ്റിൽ, അത് പാസീവ് സ്റ്റേറ്റിൽ നമ്മളെങ്ങനെയാണ് ഒരു പാസീവ് ആക്റ്റീവ് പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അല്ലേ? ആക്റ്റീവ് ആണെങ്കിൽ അവിടെ സബ്ജക്റ്റ് വളരെ ഭയങ്കര സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പാസീവിലേക്ക് വരുമ്പോൾ ആ സബ്ജക്റ്റ് ജസ്റ്റ് ആ ഒരാൾ ചെയ്ത് ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളായിട്ട് മാത്രമാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പാസീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂതകാലം അല്ലേ? കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിലവിൽ എന്താ? ആ ഡിസ്ക്രൈബ് കംപ്ലീറ്റഡ്, ഫുള്ളി കംപ്ലീറ്റ് ചെയ്തൊരു ആക്ഷൻ. ഞാൻ തുടക്കത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്. അത് ഓൾറെഡി കഴിഞ്ഞു പോയി, അവൾ പാരീസ് സന്ദർശിച്ചു കഴിഞ്ഞു. ഓക്കെ, അതെന്തായിരുന്നു? പാസ്റ്റിലാ. ഓക്കെ, അപ്പോൾ ഡിസ്ക്രൈബ് എ കംപ്ലീറ്റഡ് ആക്ഷൻ, കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയാനോ അല്ലെങ്കിൽ ഓർ പാസീവ് സ്റ്റേറ്റ് പറയാനൊക്കെയാണ് നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആകും. ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അല്ലേ? അവൾ പാരീസ് സന്ദർശിച്ചു, കഴിഞ്ഞുപോയി അല്ലേ? പാരീസ് സന്ദർശിച്ചു കഴിഞ്ഞു. അവിടെ പർട്ടിക്കുലർ ആയിട്ട് ടൈം പീരീഡ് ഒന്നുമില്ല അല്ലേ? പർട്ടിക്കുലർ ടൈം പീരീഡ് ഇല്ല. എപ്പോൾ പോയി, എന്ന് വന്നു, എത്ര മണിക്ക് പോയി, ഏത് ഫ്ലൈറ്റിന് പോയി എന്നൊന്നും യാതൊരുവിധ തരത്തിലുള്ള ഇൻഫോർമേഷൻ അവിടെ അവൈലബിൾ അല്ല അല്ലേ? അത് കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, എപ്പോഴോ കഴിഞ്ഞതാ, ഏത് സമയത്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്, അവിടെ വിസിറ്റഡ് കണ്ടോ, ED ഫോമിലാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞത്? ഇറഗുലർ ഫോം ആണെങ്കിൽ ED വെച്ചിട്ടായിരിക്കും അവസാനിക്കുക, ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും. അതാണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വിസിറ്റ് എന്ന് പറയുന്നത് ഒരു റെഗുലർ വേർബാണ്, അതുകൊണ്ടാണ് അതിൻ്റെ എൻഡിങ്ങിൽ ED ഫോം വന്നത്, കഴിഞ്ഞു പോയതായതുകൊണ്ട് അല്ലേ? വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ എന്താണ്? ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്, അവൾ പാരീസ് സന്ദർശിച്ചു. ഇനി വി ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി, ഞങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞു. എപ്പോൾ കണ്ടു, ആരെ കൂടെ പോയി കണ്ടു എന്നുള്ളതിനൊന്നും ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. ഓൾറെഡി ഒരു ആക്ഷൻ ആ സിനിമ കണ്ടു കഴിഞ്ഞു, ആക്ഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വാച്ച് എന്ന് പറയുന്നതും എന്താണ്? റെഗുലർ ഫോം ഓഫ് ദി വേർബ് ആണ്, അതുകൊണ്ടാണ് അവിടെ ED ഫോമിൽ നമ്മൾ ആഡ് ചെയ്തത്. ആ ED ഫോം വരുന്നത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലോ, ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് വർത്തമാനകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പറയാനായിട്ടാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക. അവിടെ വെർബിന് ING ഫോം ആയിരിക്കും വരിക. പക്ഷെ ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോൾ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ആക്ഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ ED ഫോമിൽ വരാം. അപ്പോൾ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്, അതായത് ഇറഗുലർ വേർബിൻ്റെ ഫോമിൽ എന്തായിരിക്കും? റിട്ടൺ, ഗോൺ എന്നൊക്കെ ആയിരിക്കും വരിക. പക്ഷേ ഇൻ ദ കേസ് ഓഫ് റെഗുലർ വേർബ്സിലാണ് നമ്മൾ ED ഫോം ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതാണ് ഹി വാച്ച് ദാറ്റ് മൂവി, വി വാച്ച് ദാറ്റ് മൂവി. ദേ പ്ലേഡ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചു. ദേ പ്ലേഡ്, പ്ലേ എന്ന് പറയുന്ന ആ ഒരു റെഗുലർ വേർബാണ്, അതുകൊണ്ട് അവിടെ ED ഫോമാണ് വന്നത്, പ്ലേഡ്. ഈ പ്ലേഡിൻ്റെ കൂടെ ഈ പറയുന്ന ഇറഗുലർ വേർബിൻ്റെ പോലെ നമുക്ക് എന്തെങ്കിലും ഇടാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു വേർഡേ ഇംഗ്ലീഷിലില്ല. പ്ലേഡ് എന്ന് വന്നപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഫോമിലേക്ക് വന്നത്. ഓക്കെ, പ്ലേയൻ എന്ന് പറയാൻ പറ്റുമോ? ENO എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ റിട്ടൺ പറഞ്ഞ പോലെ ഒന്നും പ്ലെയിൻ ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ പ്ലേഡ് എന്നുള്ളതാണ് കറക്റ്റ് ഫോം.
അപ്പോൾ ദേ പ്ലേഡ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചു, കളിച്ചു കഴിഞ്ഞതാ. ഓക്കെ, ഐ ഹാവൻറ്റ് ഈറ്റൻ ലഞ്ച് ടുഡേ, ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചില്ല. അവിടെ നെഗറ്റീവാണ് പറയുന്നത്. ഐ ഹാവൻറ്റ്, ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. ഓക്കെ, ഈറ്റൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കും അവിടെ ഇ ഡി ഫോം വന്നില്ല, ഇവിടെ എന്തുകൊണ്ട് ഈറ്റൺ എന്ന് വന്നേക്കുന്നതാണ്. ഈറ്റഡ് എന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും ഇല്ല അല്ലേ. ഈറ്റഡ് എന്ന് പറയുന്ന വാക്കേ നമുക്ക് ഇംഗ്ലീഷിലില്ല. അപ്പോൾ ഈറ്റൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കേസിൽ ഉൾപ്പെടുന്ന ആളാണ് ഈറ്റ്. ഓക്കെ, ഇറഗുലർ എന്ന് പറഞ്ഞില്ല സ്പെഷ്യൽ കേസ്, അവരിൽ ഉൾപ്പെടുന്ന ആളാണ് ഈ ഈറ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈറ്റാണ് കറക്റ്റ് ഫോം. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ അങ്ങനെയാണ് വരെ. അപ്പോൾ ഇവിടെ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ടാണ് ഇവിടെ ഈറ്റൺ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കേസസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഐ ഹാവൻറ്റ് ഈറ്റൺ ലഞ്ച് ടുഡേ, ഞാൻ ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഷീ ഹാസ് നെവർ ഫ്ലോൺ ഇൻ എ പ്ലെയിൻ, അവൾ ഒരിക്കലും വിമാനത്തിൽ പറന്നിട്ടില്ല, വിമാനത്തിൽ ഫ്ലൈ ചെയ്തിട്ടില്ലയാണ് ഇതുവരെ. ഓക്കെ, ഷീ ഹാസ് നെവർ ഫ്ലോൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസിൽ ഉൾപ്പെടുന്നതാണ്, ഇറഗുലർ വേർബ് അല്ലേ. അവിടെ ഫ്ലോണ്ട് എന്ന് പറയാൻ പറ്റുമോ? നോ, അങ്ങനെ ഒരു വേർഡില്ല. ഫ്ലോണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഫ്ലോൺ അവർ ഈ പറയുന്ന ഇറഗുലർ വേർബാണ്. ഫ്ലൈ എന്ന് പറയുന്നതിൻ്റെ V3 ഫോമാണ് ഫ്ലോൺ. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നെവർ ഫ്ലോൺ ഇൻ എ പ്ലെയിൻ, അവൾ ഒരിക്കലും വിമാനത്തിൽ പറന്നിട്ടില്ല. ദേ ഹാവ് ബോട്ട് എ ന്യൂ കാർ, അവർ ഒരു പുതിയ കാറ് വാങ്ങി കഴിഞ്ഞതാ. എപ്പോൾ വാങ്ങി, ആരുടെ കൂടെ പോയി വാങ്ങി എന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയതാ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, വാങ്ങിക്കഴിഞ്ഞു. ഓക്കെ, ദേ ഹാവ് ബോട്ട്, ഇവിടെയും സ്പെഷ്യൽ കേസ് വന്നിട്ടുണ്ട്. ബോട്ട്, ബൈ എന്ന് പറയുന്നതിൻ്റെ V3 ഫോമാണ് ബോട്ട്. ഓക്കെ, ബോട്ടഡ് ഇ ഡി ഫോം വെച്ചിട്ട് ആരെങ്കിലും പറയുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ബോട്ട് എന്ന് വന്നത്. ബൈ, ബോട്ട്, ബോട്ട്. ഓക്കെ, അതിൻ്റെ സെക്കൻഡ് ഫോമും ബോട്ട് തന്നെ, തേർഡ് ഫോമും ബോട്ട് തന്നെ. ഈ തേർഡ് ഫോമിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദേ ഹാവ് ബോട്ട് എ ന്യൂ കാർ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടോ, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ യൂഷ്വലി അധികം ആരും അങ്ങനെ എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷ് ഇതിൽ ഗ്രാമർ പോർഷനിലുണ്ട്, പക്ഷെ അധികമാരും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. കൂടുതൽ നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളോ അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിളോ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ഇതില്ല എന്നല്ല, ഉണ്ട് കേട്ടോ. ചില കാര്യത്തിൽ മാത്രം നമ്മൾ ചില കേസസ് വരെ പ്രത്യേകമായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യാറ്. അല്ലാതെ യൂഷ്വലി നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിളും പാസ്റ്റ് പാർട്ടിസിപ്പിളും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക വണ്ടറടിച്ചൊന്നും ഇരിക്കേണ്ട, ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ള അത് രണ്ടെണ്ണം നമുക്ക് പെട്ടെന്ന് ഫെമിലിയർ ആവും. കാരണം വേറൊന്നുമല്ല, നമ്മൾ ടെൻസസ് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു നമ്മൾ പഠിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് അത് രണ്ടെണ്ണം തന്നെയാണ് കടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ അധികം നമ്മൾ ആ ഒരു ടെൻസ് ഫോമിൽ പറഞ്ഞപ്പോൾ നമ്മളിത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മിക്കവർക്കും സംശയം വരാം, ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടാവില്ല, പലർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്നുള്ളത്. അതായത് ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ, ഈ പറയുന്ന പാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, പക്ഷേ ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന റെയർ കേസസിൽ നമ്മൾ വരുന്ന ചില സർട്ടൻ സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനോട് നമുക്ക് ഫെമിലിയർ അല്ലായിരിക്കും. ഇനി അതെന്താണ് നമുക്ക് നോക്കാം. ഷോസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ. ഒരാക്ഷൻ വരുന്നതിന് മുമ്പ് ഓൾറെഡി ഒരാക്ഷൻ നടന്നു. ഷോ ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ. ആക്ഷനിന് മുന്നേ ഓൾറെഡി ഒരാക്ഷൻ നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പെർഫെക്റ്റ് നമ്മൾ അങ്ങനെ പറയാറില്ല. ഒരാക്ഷൻ നടന്നതിന് മുന്നേ വേറൊരാക്ഷൻ നടക്കുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ടെൻസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഷോസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ. ഒരാക്ഷൻ വരുന്നേക്ക് മുന്നേ ഓൾറെഡി ഒരാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ വെച്ച് പറയുകയാണ്. ഇവിടെ ചെറിയൊരു സ്ട്രക്ചർ ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് നമ്മൾ അത് സെൻറ്റൻസ് വൈസ് യൂസ് ചെയ്യാന്നുള്ളത്. ഹാവിങ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആ ഒരു ഹെൽപ്പിംഗ് വെർബിനെ യൂസ് ചെയ്തിട്ടാണ് പറയുക.
having plus V3, that is past participle. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ അപ്പം നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പം ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിള് നമ്മൾ എഴുതുന്നത് ഹാവിങ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് വേർബിനെ യൂസ് ചെയ്തിട്ട് പ്ലസ് V3, അതായത് ഒരു ആക്ഷൻ നടക്കുന്നതിന് മുന്നേ വേറൊരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണല്ലോ നമ്മളെ ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി ഒരു ആക്ഷൻ കഴിഞ്ഞതായിട്ട് കാണിക്കണമെങ്കിൽ V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തന്നെ വേണം. എങ്കിൽ മാത്രമേ അത് ഒരു ആക്ഷൻ കഴിഞ്ഞു പോയത്, നമ്മൾ നേരത്തെ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ പഠിച്ചത് അതല്ലേ, ഒരു ആക്ഷൻ കഴിഞ്ഞു പോയതാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആക്ഷൻ കഴിഞ്ഞു പോയത് എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയണം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഷോസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ. ഒരു ആക്ഷൻ വന്നേക്കുമ്പോൾ ഓൾറെഡി ഒരു ആക്ഷൻ അവിടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു, നടന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളവിടെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് എടുത്തത്. ഹാവിങ് പ്ലസ് V3, ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, അതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റെഗുലറും ഇറഗുലർക്കും രണ്ടുപേർക്കും ബാധകം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഹാവിങ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് ഹി വെന്റ് ഔട്ട് ടു പ്ലേ. ഓക്കെ, അവൻ്റെ ഹോംവർക്ക് തീർത്ത ശേഷം അവൻ പുറത്ത് കളിക്കാൻ പോയി. അപ്പോൾ തീർത്തതിന് ശേഷം ഒരാക്ഷൻ ഓൾറെഡി അവിടെ തീർത്ത് കഴിഞ്ഞിട്ടാണ് അവൻ എന്ത് പോയത്, അടുത്തൊരാക്ഷൻ ചെയ്യാൻ വേണ്ടി പോയത് അല്ലേ? അപ്പോൾ ഓൾറെഡി അവൻ്റെ ആ ഒരു ഹോംവർക്ക് തീർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ പുറത്ത് കളിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇവിടെ എന്താ, ഹാവിങ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്. അപ്പോൾ ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ കഴിഞ്ഞു. ഒരാക്ഷൻ അതല്ലേ നമ്മളുടെ ഡെഫിനിഷൻ നോക്കിയേ, ഷോസ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ. അനദർ ആക്ഷൻ വരുന്നതിന് മുമ്പ് ഓൾറെഡി ഒരു ആക്ഷൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ V3 ഫോം, അതായത് പാർട്ടിസിപ്പിൾ ഫോം ആഡ് ചെയ്തത്. ഹാവിങ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക്, ഫിനിഷ്ഡ് കണ്ടോ, ഹാവിങ് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് നമ്മളുടെ ഫിനിഷ്ഡ് ആണ്. ഫിനിഷ് എന്ന് പറയുന്നതിൻ്റെ ED ഫോമാണ് ഫിനിഷ്ഡ്. ഹാവിങ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് ഹി വെന്റ് ഔട്ട് ടു പ്ലേ. അടുത്തത് ഹാവിങ് സീൻ ദ മൂവി ഷീ ടോൾഡ് മീ ദ സ്റ്റോറി. സിനിമ കണ്ടതിന് ശേഷം അവൾ എന്നോട് കഥ പറഞ്ഞു അല്ലേ? ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് എന്തെങ്കിലും ഒരു സിനിമ കാണാൻ പോയി വന്നതിന് നമ്മളോട് കഥ പറയില്ലേ? ആക്ച്വലി നമ്മളത് കാണാത്തതായിരിക്കും, പക്ഷെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്നുകൊണ്ട് പറയും സിനിമ കാണാൻ പോയിരുന്നു, ആ സിനിമയുടെ കഥ ഇങ്ങനെയാണ് നമ്മളോട് വിവരിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറയും നോ, ഞാൻ കാണാത്തത് കൊണ്ട് നീ അത് വിവരിക്കേണ്ട ആവശ്യം ഇല്ല, ഓക്കെ ഞാനത് പോയി കണ്ടോളാം നമ്മൾ അവരെ റിജക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് ഹാവിങ് സീൻ ദ മൂവി. ആ മൂവി കണ്ടതിന് ശേഷം ഷീ ടോൾഡ് മീ ദ സ്റ്റോറി, എന്നോട് അവൾ കഥ പറഞ്ഞു. അപ്പം കണ്ടതിന് ശേഷം, മൂവി കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്നുള്ളൊരു ആക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവൾ നമ്മളോട് കഥ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഒരു ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സീൻ, ഇവിടെ രണ്ടിടത്തും നമ്മൾ ED ഫോം, റെഗുലർ ഫോമാണ് ആദ്യത്തെ കേസിൽ പറഞ്ഞത്, ED ഫോം വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് എന്താണ് നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ കേസ്, ആരാ, ഇറഗുലർ വേർബ്സ് അല്ലേ? ആ സ്പെഷ്യൽ കേസാണ് ഈ ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അവരുടെ കേസിൽ എന്താ, സീൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? സീൻ കഴിഞ്ഞതിന് ശേഷം, സീ എന്ന് പറയുന്ന ആ ഒരു വെർബിൻ്റെ തേർഡ് ഫോമാണ്, ദാറ്റ് ഈസ് പാർട്ടിസിപ്പിൾ ഫോമാണ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സീൻ. സീ, സോ, സീൻ, ആ സീനാണ് ഇവിടെ ഹാവിങ്. അപ്പോൾ ഇവിടെ എന്താണ്, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആയതുകൊണ്ട് ഹാവിങ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാവിങ് സീൻ ദ മൂവി ഷീ ടോൾഡ് മീ ദ സ്റ്റോറി. സിനിമ കണ്ടതിന് ശേഷം അവൾ എന്നോട് കഥ പറഞ്ഞു. ഹാവിങ് ഈറ്റൻ ഡിന്നർ ദേ വെന്റ് ടു സ്ലീപ്പ്. ഭക്ഷണശേഷം അവർ ഉറങ്ങാൻ പോയി അല്ലേ? ഭക്ഷണശേഷം പിന്നെ എന്താ ചെയ്യുക അല്ലേ? ഉറങ്ങാൻ പോകാല്ലാതെ പിന്നെ വേറെ എന്താ ചെയ്യുക അല്ലേ? അപ്പോൾ ഭക്ഷണശേഷം നമ്മൾ ഉറങ്ങാൻ പോയി. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, ഒരാക്ഷൻ കഴിഞ്ഞു, എന്നിട്ടാണ് അവർ ഉറങ്ങാൻ പോയത്. ഉറങ്ങാൻ പോകുന്നത് ഒരാക്ഷൻ തന്നെയല്ലേ? ആണ്, ഉറങ്ങുക എന്നുള്ളൊരു ആക്ഷൻ അല്ലേ? സ്ലീപ്പിങ് അല്ലേ? അവർ ഉറങ്ങാൻ പോയി എന്നുള്ളൊരു ആക്ഷൻ വരുന്നതിന് മുന്നേ ഓൾറെഡി എന്താണ്, ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് ഭക്ഷണശേഷം പോയി. ഹാവിങ് ഈറ്റൻ ഡിന്നർ ദേ വെന്റ് ടു സ്ലീപ്പ്. ഭക്ഷണശേഷം അവരെന്ത് ചെയ്യാൻ പോയി, ഉറങ്ങാൻ പോയി. അപ്പോൾ ഒരാക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ട്, ഈറ്റൻ കഴിക്കുക എന്നുള്ളൊരു ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ഉറങ്ങുക എന്ന് പറയുന്ന അടുത്തൊരാക്ഷൻ ചെയ്യാൻ വേണ്ടി പോയത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മളുടെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഒരാക്ഷൻ നടക്കുന്നതിന് മുൻപേ ഓൾറെഡി ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പറയുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഹാവിങ് എന്ന് പറയുന്ന ആ ഒരു വേർബ് പ്ലസ് V3 നേരത്തെ നമ്മൾ പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കൂടി ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്ന ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്യുക്ക് റീക്യാപ്പ് പോവാം. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതെന്നുള്ളത് ഒന്ന് പോവാം. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ING ഫോം ആയിരിക്കും. അതെന്തിനാ പറയുന്നത്? ഡിസ്ക്രൈബ്സ് ഓൺഗോയിങ് ഓർ കണ്ടിന്യൂസ് ആക്ഷൻ. ഓൺഗോയിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷനെ പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക. അതിൻ്റെ വെർബ് എപ്പോഴും ING ഫോമിലായിരിക്കും വരിക. സ്ലീപ്പ് സ്ലീപ്പിംഗ്, പ്ലേ പ്ലേയിങ്, ഓക്കെ, റൈറ്റ് റൈറ്റിംഗ്, അങ്ങനെയായിരിക്കും വരിക. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലോ ED അല്ലെങ്കിൽ V3 ഫോം, ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്സ് കംപ്ലീറ്റഡ് ഓർ പാസീവ് ആക്ഷൻ. ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത ഒരു ആക്ഷൻ, കംപ്ലീറ്റ് കഴിഞ്ഞ ഒരു ആക്ഷനോ അല്ലെങ്കിൽ പാസീവായിട്ടുള്ള ആക്ഷനെയുമാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക. അതിൽ 2 ടൈപ്സ് ഓഫ് വെർബുകൾ വരുന്നുണ്ട്, റെഗുലർ വേർബും ഇറഗുലർ വേർബും. റെഗുലർ വേർബ് ആണെങ്കിൽ ED ഫോമിൽ വരും, ഇറഗുലർ വേർബ് ആണെങ്കിൽ ED ഫോം ഉണ്ടാവില്ല. ഓക്കെ, എക്സാമ്പിൾ ഏതാ? ED ഫോം ആണെങ്കിൽ പ്ലേ പ്ലേഡ്, കുക്ക് കുക്ക്ഡ്, ഫിനിഷ് ഫിനിഷ്ഡ്. ഇനി മറ്റേ സ്പെഷ്യൽ കേസ് ആണെങ്കിലോ ഇറഗുലർ ആണെങ്കിലോ റൈറ്റ് റോട്ട്, ഓക്കെ, ഗോ ഗോണ്, ബ്രേക്ക് ബ്രോക്കൺ. ഓക്കെ, ഇനി പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിലോ ഹാവിങ് പ്ലസ് V3 ആണ്. അത് ഹാവിങ് പ്ലസ് V3 ഫോം. ഹാവിങ് ഫിനിഷ്ഡ് ഈറ്റൻ, ഹാവിങ് ഫിനിഷ്ഡ് ലഞ്ച് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഹാവിങ് ഫിനിഷ്ഡ്, ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഡിസ്ക്രൈബ്സ് ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ. ഒരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഓൾറെഡി ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾസ് ഓഫ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് നമ്മളുടെ 3 പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതിൽ മൂന്നാമത്തെ കേസ് നമ്മൾ വളരെ റെയർ കേസസിൽ മാത്രമാണ് ഉപയോഗിക്കുക. ബാക്കി 2 നമ്മൾ പാസ്റ്റ് ടെൻസുകൾ പറയുമ്പോഴോ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഗ്രാമർ സെഷനുമായിട്ട് വരാം. സോ ഇതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ഓൺ യുവർ കോമെൻറ്റ് സെഷൻസ്. ഓക്കെ, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു.